ത്രിയേക ദൈവത്തിന് സ്തുതി. നിങ്ങൾക്കേവർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. അഗാപ്പൻ ബ്ലെസ്സിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ എന്തിനു വേണ്ടിയാണ് ഈ ലോകത്തിൽ വന്നത്? എന്തിനു വേണ്ടി ജീവിക്കണം? ഈ ലോകത്തിൽ നിന്ന് നാം പോകുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ സാധാരണമായി നമ്മുടെ മനസ്സിൽ വരാറുണ്ട്. നമ്മൾ ചെയ്യുന്ന നന്മകൾക്ക് ലോകത്തിൽ നിന്ന് അംഗീകാരം ലഭിക്കാതെ വരുമ്പോൾ നിരാശ തോന്നുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഇന്ന് നമ്മുടെ കാഴ്ചപ്പാട് മാറ്റുന്ന ഒരു വലിയ സത്യവചനം ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ മത്തായി 16:27 വചനം ഇപ്രകാരം പറയുന്നു: മനുഷ്യപുത്രൻ തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരുമായി വരും. അപ്പോഴവൻ ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകും. ഫിലിപ്പോസിന്റെ കൈസരിയിൽ വെച്ച് തൻ്റെ ശിഷ്യന്മാരോട് സംസാരിക്കുകയായിരുന്നു നമ്മുടെ കർത്താവ്. തൻ കഷ്ടപ്പാടുകൾ സഹിക്കാൻ പോകുന്നുവെന്നും കുരിശിൽ മരിക്കണമെന്നും കർത്താവ് വെളിപ്പെടുത്തിയ സമയമായിരുന്നു അത്. ഭയന്ന് വിറച്ചുപോയ നമ്മുടെ ശിഷ്യന്മാർ ചിന്തിച്ചു, ഞങ്ങളുടെ ഗുരുവിന് ഇതാണ് സംഭവിക്കുന്നതെങ്കിൽ ഞങ്ങളുടെ ഭാവി എന്താകുമെന്ന്. അവരുടെ ഭയം കണ്ട കർത്താവ് അവർക്ക് നൽകിയ വലിയൊരു വാഗ്ദാനമാണ് ഇത്. ജീവിതം എപ്പോഴും എളുപ്പമായിരിക്കണമെന്നില്ല, മറിച്ച് നമ്മൾ സഹിക്കുന്ന ഓരോ ത്യാഗവും ഓരോ പോരാട്ടവും കർത്താവ് എന്നും ഓർത്തിരിക്കും എന്നുള്ളതാണ് ഈ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന ഓരോ നന്മകൾക്കും പ്രതിഫലം കൃത്യമായി നമുക്ക് നൽകിയിരിക്കും. കർത്താവിൻ്റെ മടങ്ങി വരവ് ഉറപ്പുള്ളതാണ്. യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് ഒരു സാധ്യതയല്ല, അത് ഒരു ഉറപ്പാണ്. ലോകത്തിൻ്റെ പല കാര്യങ്ങളും അനിശ്ചിതമാണ്, എന്നാൽ കർത്താവിൻ്റെ വാഗ്ദാനം ഉറപ്പുള്ളതാണ്. അവൻ മഹത്വത്തോടെയും ശക്തിയോടെയും ഇനിയും വരും. ഈ പ്രത്യാശയാണ് ഓരോ വിശ്വാസിയുടെയും ആത്മവിശ്വാസം. ദൈവം നമ്മുടെ ജീവിതം കാണുന്നവനാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ നല്ല പ്രവൃത്തിയും ഒരു സഹായം, ഒരു നല്ലൊരു പ്രാർത്ഥന, ഒരു സ്നേഹപ്രവൃത്തി, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ത്യാഗം, ഇതൊന്നും കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് മാറിപ്പോവുകയില്ല. ചിലപ്പോൾ മനുഷ്യർ നമ്മുടെ നന്മകളെ കാണണമെന്നില്ല, അംഗീകരിക്കണമെന്നില്ല. പക്ഷേ ദൈവം, നമ്മുടെ സൃഷ്ടികർത്താവ് എല്ലാം കാണുകയും യഥാസമയം കുറിച്ചു വയ്ക്കും, ജീവപുസ്തകത്തിൽ എഴുതി വയ്ക്കുകയും ചെയ്യും. താൽക്കാലിക വിജയത്തെക്കാൾ നിത്യപ്രതിഫലം എന്നേക്കും വിലപ്പെട്ടതാണ്. ഇന്നത്തെ ലോകം പണത്തെയും പ്രശസ്തിയെയും സ്ഥാനത്തെയും വിജയത്തിന്റെ മാനദണ്ഡങ്ങളാക്കുന്നു. എന്നാൽ ക്രിസ്തീയ ജീവിതം അതല്ല. കർത്താവിൻ്റെ മുമ്പിലുള്ള വിശ്വസ്തതയാണ് ഏറ്റവും വലിയ സമ്പത്ത്. നീതിയോടെ ജീവിച്ച ആ ജീവിതം, സ്നേഹത്തോടെ ചെയ്ത ജീവിതം, ആ സേവനം, വിശ്വാസത്തോടെ നമ്മൾ നടന്നു വന്ന വഴി, ഇവയ്ക്കാണ് കർത്താവ് പ്രതിഫലം നൽകുന്നത്. ഓരോ ദിവസവും സത്യസന്ധമായി ജീവിക്കാനും നന്മ ചെയ്യാനും ആഗ്രഹിക്കാനും മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കാനും ദൈവഹിതം എന്താണോ അതനുസരിക്കാനും നാം എപ്പോഴും മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കാനുമാണ് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പ്രപഞ്ച സൃഷ്ടാവായ കർത്താവ് നമ്മെ എന്നും കാണുന്നുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടെങ്കിൽ ഈ ലോകത്തിൻ്റെ ഒരു അംഗീകാരത്തിനുമായി നാം യാചിക്കേണ്ടതില്ല, നാം തളർന്നു പോകേണ്ടതില്ല, നാം നിരാശപ്പെടേണ്ടതില്ല. നന്മ അത് മാത്രം എന്നും ചെയ്യുക. കർത്താവ് നമ്മൾ ചെയ്യുന്ന ഓരോ നല്ല കാര്യങ്ങൾക്ക് പ്രതിഫലം അളന്ന് തൂക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്കുള്ളതാണ്. അതാണ് ക്രിസ്ത്യാനിയുടെ ഒരു വ്യത്യസ്തത. നമ്മൾ പറഞ്ഞാൽ പലപ്പോഴും ചിന്തിക്കും, എന്തിനാണ് നമ്മൾ ഇങ്ങനെ ജീവിക്കുന്നത്? കഷ്ടപ്പാടും ദുരിതങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങളും എപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷേ കർത്താവിനോട് ചേർന്ന് വരുമ്പോൾ വീണ്ടും വീണ്ടും സങ്കടങ്ങൾ കൂടുകയാണ്. അതെ, സങ്കടപ്പെടേണ്ട. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നുപോലും വരികയില്ല. അവനോട് വിശ്വസ്തനായിട്ട് ഇരുന്നാൽ നമ്മുടെ സകല പ്രയാസങ്ങളും സകല ബുദ്ധിമുട്ടുകളും അവൻ മാറ്റുകൊള്ളും. കർത്താവ് നമുക്ക് പ്രതിഫലം തരും. അവൻ രണ്ടാമത് വരുമ്പോൾ നാം അവനോടുകൂടെ എടുക്കപ്പെടും. ക്രിസ്ത്യാനിക്ക് മാത്രമുള്ള ഒരു ഉറപ്പാണത്. ജീവിതത്തിൻ്റെ ഒരു പ്രത്യാശയാണത്. വേറെ ആരും ഇത് പറഞ്ഞിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മരിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉയർത്തെഴുന്നേൽക്കുന്നു, ഞാൻ സ്വർഗത്തിലേക്ക് കയറി പോകുന്നു, രണ്ടാമത് തിരിച്ചു വരുമെന്ന് ആരും പറഞ്ഞിട്ടില്ല. നമ്മുടെ കർത്താവ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഉറച്ച വിശ്വാസത്തോടെ നമുക്ക് ജീവിക്കാം. ഇന്ന് നമുക്ക് സ്വയം ഒന്ന് പരിശോധിക്കാം. എൻ്റെ ജീവിതം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ടോ?
ഞാൻ നന്മ ചെയ്യുന്നതിൽ വിശ്വസ്തനാണോ? നിത്യപ്രതിഫലം ലക്ഷ്യമാക്കി ഞാൻ ജീവിക്കുന്നുണ്ടോ? കർത്താവ് വിശ്വസ്തയോടെയും സ്നേഹത്തോടെയും ജീവിക്കാനുള്ള കൃപ നമുക്ക് ഏവർക്കും നൽകുകയും അവൻ്റെ മഹത്വമുള്ള വരവനായി എപ്പോഴും തയ്യാറായിരിക്കാൻ ദൈവം നമ്മെ പൂർണ്ണമായി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ആമേൻ.